Good morning, all my dear students. Welcome to +1 Business Studies class. The first chapter of +1 Business Studies is Nature and Purpose of Business. What is nature and purpose of business? ബിസിനസ്സിൻ്റെ സ്വഭാവവും കാരണങ്ങളും ഉദ്ദേശങ്ങളും. Okay, you know that all human beings, wherever they are, do different types of activities. Some of the people, they doing production of goods and services in a factory. Is it? Some of them have selling goods and services. Some of them have teaching students. Some of them have treating patients. Some of them have helping poor people, orphanage, etc. So, the activities which are undertaken by the people or by the human beings are known as human activities. What is human activities? The activities which are undertaken by the human beings are known as human activities. Okay. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എവിടെയെല്ലാം മനുഷ്യരുണ്ടോ അവരെല്ലാം വ്യത്യസ്തമായ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഒരുപാട് ജോലികളിൽ, ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഇങ്ങനെ ജനങ്ങൾ, മനുഷ്യരെല്ലാം എൻഗേജ്ഡായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ചിലവരെന്ത് ചെയ്യുന്നു? വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. ചിലരത് വിൽക്കുന്നു, സെല്ല് ചെയ്യുന്നു. നമ്മളത് പോയി വാങ്ങിക്കുന്നു. ചിലവർ കുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കുന്നു. ടീച്ചേഴ്സ്, ദേ ആർ നോൺ ആസ് ടീച്ചേഴ്സ്. ചില വ്യക്തികൾ, ഡോക്ടേഴ്സ്, അവരെന്ത് ചെയ്യുന്നു? പേഷ്യൻസിനെ, രോഗികളെ പരിശോധിക്കുന്നു. അവരുടെ അസുഖം ഭേദമാക്കുവാൻ വേണ്ടി അവരെ പരിശോധിക്കുന്നു. ചില ആൾക്കാർ ഓർഫനേജ് പോലെയുള്ള സംഘടനകൾ നടത്തുന്നു. ചില വ്യക്തികൾ പാവപ്പെട്ട വ്യക്തികളെ മറ്റു രീതിയിൽ സഹായിക്കുന്നു. ദാറ്റ് മീൻസ് ലോകത്തിലുള്ള എല്ലാ വ്യക്തികളും പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അല്ലേ? അപ്പോ ഇങ്ങനെ മനുഷ്യർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാനുഷിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്, ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്? ദി ആക്ടിവിറ്റീസ് വിച്ച് ആർ അണ്ടർടേക്കൺ ബൈ ദി പീപ്പിൾ, ദി ആക്ടിവിറ്റീസ് വിച്ച് ആർ അണ്ടർടേക്കൺ ബൈ ദി ഹ്യൂമൻ ബീയിങ്സ്, ഓക്കെ, ആർ നോൺ ആസ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്. The activities which are undertaken by the human beings are known as human activities. Okay, മനുഷ്യർ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെയാണ് മനുഷ്യർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഇങ്ങനെ എൻഗേജ്ഡാണ്. ആ പ്രവർത്തനങ്ങളെല്ലാമാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? മാനുഷിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഈ മാനുഷിക പ്രവർത്തനങ്ങൾ എന്തിനെല്ലാം വേണ്ടിയാണ് ചെയ്യുന്നത്, എന്ത് പർപ്പസിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്? എവ്രിവൺ റണ്ണിങ്, അല്ലേ? എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഡ്യൂറിങ് ദി ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് കൊറോണ, ദി ഓൾ വേൾഡ് എങ്ങനെയായിരുന്നു? ലോക്ക്ഡൗൺ, യു നോ ദാറ്റ്, അല്ലേ? ആ ലോക്ക്ഡൗൺ ആയതോടുകൂടി തന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രവർത്തനം നിശ്ചലമായി. അതുവരെ ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും നിശ്ചലമായി. ബിക്കോസ് അതിൻ്റെ അർത്ഥം എന്താ? അതുവരെ മനുഷ്യരെല്ലാം പല രീതിയിലുള്ള ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലേ? അപ്പം അത്തരത്തിലുള്ള മനുഷ്യർ വ്യാപൃതമായിരിക്കുന്ന, മനുഷ്യർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളെയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? മാനുഷിക പ്രവർത്തനങ്ങൾ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഡോക്ടർ രോഗികളെ പരിശോധിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ട് ഒരു ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുന്നത് സ്കൂളിൽ?
ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഫാക്ടറിക്കകത്ത് വസ്തുക്കൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഒരു വീടിൻ്റെ അടുത്തുള്ള ഒരു കടക്കാരൻ വസ്തുക്കൾ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരുപാട് റീസൺ ഉണ്ട് അല്ലേ? ചിലർ എന്തിനു വേണ്ടിയിട്ടാണ്? ഏണിങ് മണി, പണത്തിന് വേണ്ടിയിട്ട്. ഫോർ ലിവ്ലിഹുഡ്, ജീവിക്കണ്ടേ, അവന് നല്ല രീതിയിൽ ജീവിക്കണ്ടേ, അവന് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ അവന് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ, അടിസ്ഥാന സൗകര്യങ്ങൾ അവന് വേണ്ടേ? എന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ? ഫുഡ്, ഭക്ഷണം വേണം, ക്ലോത്ത്, വസ്ത്രം വേണം, ഹൗസിംഗ് ഫെസിലിറ്റീസ്, വീട് വേണം, ഇതിനെല്ലാം പണം വേണ്ടേ അല്ലേ? എന്നാൽ ചിലർ എന്ത് ചെയ്യുന്നു? ബിൽഡിംഗ് ഓർഫനേജ് ഓർ ഹെൽപ്പിംഗ് പുവർ പീപ്പിൾ അല്ലേ? ചിലർ ഓർഫനേജുകൾ നടത്തുന്നു, ചിലർ പാവപ്പെട്ട വ്യക്തികളെ സഹായിക്കുന്നു. അങ്ങനെയും ചില പ്രവർത്തനങ്ങൾ ചില ആൾക്കാരെ എൻഗേജ് ആയിരിക്കുന്നു. അതെന്തിനു വേണ്ടിയിട്ടാണ്? പണത്തിന് വേണ്ടിയാണോ? നോ. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദെയർ പേഴ്സണൽ ഓർ സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ ഓർ മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ഓർ സോഷ്യൽ സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, മനസ്സിലാവുന്നു? അത് അവരുടെ മാനസികമായൊരു സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. ഒരു ഓർഫനേജിന് വേണ്ടിയിട്ട് സഹായിക്കുക, അല്ലെങ്കിൽ വൃദ്ധജനങ്ങളെ സഹായിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലുള്ള പാവപ്പെട്ട വ്യക്തികളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ് ആക്ടിവിറ്റീസ് ആ വ്യക്തികൾക്ക് എന്ത് കിട്ടുന്നു? അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലൂടെ ആ വ്യക്തികൾക്ക് എന്ത് കിട്ടുന്നു? ദേ ആർ ഫുൾ ഫ്ലെഡ്ജ്ഡ് ഓഫ് വാട്ട്? എന്താ അവർക്ക് ലഭിക്കുന്നത്? മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ഓർ സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ, മാനസികമായൊരു തൃപ്തിയാണ് അവിടെ ലഭിക്കുന്നത്. ഓക്കെ, അപ്പം മനുഷ്യര് പണത്തിനും വേണ്ടിയും ജോലി ചെയ്യുന്നുണ്ട്. ഓക്കെ, പണം ലഭിക്കുവാൻ വേണ്ടി, ജീവിക്കുവാനുള്ള പണം ലഭിക്കുവാൻ വേണ്ടിയുള്ള ജോലികളും ചെയ്യുന്നുണ്ട്. എന്നാൽ ചിലർ എന്ത് ചെയ്യുന്നു? ചിലർ എന്ത് ചെയ്യുന്നു? മാനസികമായ തൃപ്തിക്ക് വേണ്ടിയിട്ട്, സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട്, പേഴ്സണൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടും ജോലി ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഹ്യൂമൻ ആക്ടിവിറ്റീസിന്, മാനുഷിക പ്രവർത്തനങ്ങളെ, എന്താ ഹ്യൂമൻ ആക്ടിവിറ്റീസ് നിങ്ങൾക്കറിയാം. ഓക്കെ, ആ ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ വി ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു. ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ എത്രയായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം? രണ്ടായിട്ട് തരംതിരിക്കാം. ഫസ്റ്റ് വൺ എക്കണോമിക് ആക്ടിവിറ്റീസ്. സാമ്പത്തിക പ്രവർത്തനം. സാമ്പത്തിക പ്രവർത്തനം. ദ സെക്കൻഡ് വൺ ഈസ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ്, സാമ്പത്തികേതര പ്രവർത്തനം. So, the human activities are broadly classified into economic activities and non-economic activities. Okay, so നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പറഞ്ഞു. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്? എന്താ ഈ എക്കണോമിക് ആക്ടിവിറ്റീസ്? സാമ്പത്തിക പ്രവർത്തനം. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ആ വീടിൽ തന്നെ അതിൻ്റെ മീനിങ് ഉണ്ട്. സാമ്പത്തിക പ്രവർത്തനം, എക്കണോമിക് ആക്ടിവിറ്റീസ്. Okay, the economic activities means the activities undertaken, the activities which are undertaken by the people, by the human being, by the people with the object of earning money. Okay, with the object of earning money or livelihood. The activities which are undertaken by the human beings or by the people with the object of earning money or livelihood is known as economic activities. എന്താ സാമ്പത്തിക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ? പണം നേടുക എന്ന ലക്ഷ്യത്തോടുകൂടി, എന്തിനു വേണ്ടിയിട്ടാണ് പണം? ലിവ്ലിഹുഡ്, ജീവിക്കുവാൻ വേണ്ടി അല്ലേ? ജീവിത ആവശ്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടി പണം നേടുക എന്ന ലക്ഷ്യത്തോടുകൂടി മനുഷ്യർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? സാമ്പത്തിക പ്രവർത്തനം. പണം നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി. ഓക്കെ, ഈ പണം നേടുക എന്ന ലക്ഷ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ഇപ്പോൾ നമ്മൾ ഒരുപാട് ഇഷ്യൂസ് ന്യൂസ് പേപ്പറിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതെല്ലാം, അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന എല്ലാം പണം നേടുവാൻ വേണ്ടി പല ആൾക്കാരും പല ജോലികളും ചെയ്തു. ഇതെല്ലാം എക്കണോമിക് ആക്ടിവിറ്റീസ് ആണോ എന്ന് ചോദിച്ചാൽ ബിസിനസ് സ്റ്റഡീസിൽ നമ്മൾ എത്തിക്സ് പ്രകാരം നമ്മളെന്ന് പറയും ഇറ്റ്സ് നോ. ഓക്കെ, അതിനൊന്നും നമുക്ക് ലീഗൽ പരമായിട്ട്, നമ്മൾ ക്രിമിനൽ പരമായിട്ട് സമ്പാദിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയൊന്നും നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റീസ് ആസ് ഇൻ ദി കേസ് ഓഫ് ബിസിനസ് സ്റ്റഡീസിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. എത്തിക്സിന് ഇമ്പോർട്ടൻ്റ് ബിസിനസ് സ്റ്റഡീസിൽ. എത്തിക്കൽ വാല്യൂസിന് എന്തുണ്ട്? സദാചാര വാല്യൂസിന് എന്തുണ്ട്? ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ആ ടീച്ചർ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. സോ വാട്ട് ഈസ് എക്കണോമിക് ആക്ടിവിറ്റീസ്? ദി ആക്ടിവിറ്റീസ് വിച്ച് ആർ അണ്ടർടേക്കൺ ബൈ ദി പീപ്പിൾ ടു ഏർണിംഗ് മണി, ടു ഏർണിംഗ് വെൽത്ത്, പണം നേടുക അല്ലെങ്കിൽ പണം സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മനുഷ്യർ ഏറ്റെടുത്ത് നടത്തുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? സാമ്പത്തിക പ്രവർത്തനം.
എക്സാമ്പിൾ പറയാൻ പറ്റില്ലേ നിങ്ങൾക്ക്? എന്തൊക്കെയായിരിക്കും എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ എക്സാമ്പിൾ? നേരത്തെ ടീച്ചർ പറഞ്ഞു, എന്ത്? പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഇൻ എ ഫാക്ടറി. യു നോ ദാറ്റ് നമ്പർ ഓഫ് ഫാക്ടറി ഇൻ അവർ വേൾഡ്, ഇൻ അവർ ഇന്ത്യ. ഒരുപാട് ഫാക്ടറീസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ, അല്ലേ? ഒരുപാട് ബിൽഡിങ്സും ഒരുപാട് ഫാക്ടറീസും ഒരുപാട് കമ്പനികളുള്ള ഒരു രാജ്യമാണ് ഇത് ഇന്ത്യ. ടാറ്റയും ബിർളയും എല്ലാം നിങ്ങൾക്കറിയാം. ടാറ്റ ഈസ് ദ ഹയസ്റ്റ് ഓർ ലാർജസ്റ്റ് കമ്പനി ഇൻ ഇന്ത്യ. ഒരുപാട് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു കമ്പനിയാണ് ഇത് ടാറ്റ, അല്ലേ? അപ്പോൾ ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഇൻ എ ഫാക്ടറി. ടാറ്റ ഒരുപാട് ഗുഡ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓട്ടോമൊബൈൽ, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ടിസ്കോ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ടിസ്കോ. അതുപോലെ തന്നെ കൺസ്യൂമർ ഗുഡ്സ്, ഓക്കെ, ഒരുപാട് ഗുഡ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു കമ്പനിയാണ് ഇത് ടാറ്റ. സോ ദേ പ്രൊഡ്യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അവർ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അതൊരു എക്കണോമിക് ആക്ടിവിറ്റി അല്ലേ? കാരണം ആ ഗുഡ്സ് ആൻഡ് സർവീസസ് വിറ്റഴിക്കുമ്പോൾ അവർക്ക് ലാഭം കിട്ടുന്നു. അപ്പൊ പണമല്ലേ അവിടെ കിട്ടുന്നത്? അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പണം സമ്പാദിക്കുകയല്ലേ? സോ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഇൻ എ ഫാക്ടറി, എ ഷോപ്പ് കീപ്പർ സെല്ലിംഗ് ഗുഡ്സ്, അല്ലേ? ഒരു ചില ഷോപ്പുകളിൽ എന്ത് ചെയ്യുന്നു? അവർ സെല്ല് ചെയ്യുന്നുണ്ട്, വസ്തുക്കൾ സെല്ല് ചെയ്യുന്നുണ്ട്. അതൊരു എക്കണോമിക് ആക്ടിവിറ്റി അല്ല. വസ്തുക്കൾ അവർ വിൽക്കുന്നതിലൂടെ അവർക്ക് പണം കിട്ടുന്നു, നമ്മൾ വാങ്ങുന്നു, അവർക്ക് പണം കൊടുക്കുന്നു. അപ്പോൾ അവിടെ പണം ലഭിക്കുന്നില്ലേ? അല്ലേ? എ ഡോക്ടർ ട്രീറ്റ്സ് ഹിസ് പേഷ്യൻസ് ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടർ രോഗികളെ പരിശോധിക്കുന്നു. എ ടീച്ചർ ടീച്ച് ഹിസ് സ്റ്റുഡൻസ് ഇൻ എ സ്കൂൾ. ഒരു സ്കൂൾ വെച്ചിട്ട് ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുന്ന എല്ലാം. ടീച്ചർക്ക് സാലറി കിട്ടുന്നില്ലേ? ശമ്പളം കിട്ടുന്നില്ലേ? ഡോക്ടർക്ക് ഫീസ് കിട്ടുന്നില്ലേ? അല്ലേ? ഒരു ഷോപ്പ് കീപ്പർക്ക് അയാൾ വിറ്റഴിക്കുന്നതിലൂടെ, സാധനങ്ങൾ വിറ്റഴിക്കുന്നതിലൂടെ അയാൾക്ക് പണം ലഭിക്കുന്നില്ലേ? അല്ലേ? അതുപോലെ തന്നെ വസ്തുക്കൾ ഫാക്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്കും ആ പ്രൊഡ്യൂസ് ചെയ്ത വസ്തുക്കൾ വിറ്റഴിക്കുന്നതിലൂടെ അവർക്കും പണം ലഭിക്കുന്നില്ലേ? സോ ദീസ് ആർ കൺസിഡർഡ് ആസ് എക്കണോമിക് ആക്ടിവിറ്റീസ്. ഇതിനെല്ലാം നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? എക്കണോമിക് ആക്ടിവിറ്റീസ് ആയിട്ട് കണക്കാക്കാം. So simply we have to say that economic activities means the activities undertaken by the people to earn money. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട്? പണം സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വ്യക്തികൾ ഏറ്റെടുത്ത് നടത്തുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? എക്കണോമിക് ആക്ടിവിറ്റി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. എക്സാമ്പിൾ നമ്മൾ പഠിച്ചു, അല്ലേ? അപ്പോൾ ഇനി വാട്ട് ഇസ് ദ മീനിങ് ഓഫ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി? എന്താ നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? ദി നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് മീൻസ് ദി ആക്ടിവിറ്റീസ് which are undertaken by the people to satisfy their personal, psychological, social and religious needs. ഓക്കെ, എന്തിനെല്ലാം വേണ്ടിയിട്ടാണ് ഇവിടെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്? മനുഷ്യൻ അവൻ്റെ മതപരവും സാമൂഹ്യപരവും മാനസികപരവും വ്യക്തിപരവുമായ ആവശ്യങ്ങളെ സംതൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി ചെയ്യുന്ന ജോലികളെ, ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കും? നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കും. ഇവിടെ പണമല്ല, ഇവിടെ സാറ്റിസ്ഫാക്ഷനാണ്, മനസ്സിൻ്റെ തൃപ്തിയാണ്, മനസ്സിൻ്റെ സംതൃപ്തിയാണ് ഇവിടെ വലുത്. ഓക്കെ, ചില ആൾക്കാർ എന്ത് ചെയ്യുന്നു? വി ആർ ഗോയിങ് ടു ചർച്ച്, ടെമ്പിൾ, അല്ലേ? പള്ളികളിലും അമ്പലങ്ങളിലും എല്ലാം പോകുന്നു. എന്തിനു വേണ്ടി പോകുന്നു? ക്രിയേറ്റ് സം മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ. നമുക്ക് കുറച്ച് മാനസികമായ തൃപ്തി കിട്ടും, അല്ലേ? നമ്മൾ ചിലപ്പോൾ ഓർഫനേജിൽ കൊണ്ടുപോയിട്ട് ഒരു നേരത്തെ ഫുഡ് കഴിക്കുവാനുള്ള പണം കൊടുക്കുന്നു. ഇറ്റ് ക്രിയേറ്റ്സ് സം സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ. ഒരമ്മ, എ ഹൗസ് വൈഫ്, ഒരു വീട്ടമ്മ അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നു. നിങ്ങളുടെ മദർ വീട്ടിൽ കുക്ക് ചെയ്യുന്നതിന് നമ്മൾ രാവിലെ മുതൽ ഈവനിങ് വരെ മദർ സോ എൻഗേജ്ഡ്. നമ്മൾ അമ്മയ്ക്ക് ഓരോ ഡെയിലി നമ്മൾ ക്യാഷ് കൊടുക്കാറുണ്ടോ? രാവിലത്തെ ടിഫിൻ റെഡിയാക്കിയതിന് ഇത്ര പൈസ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഫുഡ് റെഡിയാക്കിയതിന് ഇതാ കാശ് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കാറുണ്ടോ? ഇല്ല. അന്നേരം അമ്മ ആ ജോലി തന്നെ വേറൊരു വീട്ടിലോ അല്ലെങ്കിൽ ഒരു ഹോട്ടലിലോ ഒരു റെസ്റ്റോറൻറ്റിനോ വേണ്ടി ചെയ്യുമ്പോൾ അമ്മയ്ക്ക് അവിടെ എന്ത് കിട്ടും? കാശ് കിട്ടുന്നു. പക്ഷേ വീട്ടിൽ അമ്മ ഫുഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അവിടെ എന്താ കിട്ടുന്നത്? ആ ഫുഡ് ഉണ്ടാക്കി നമ്മൾ കഴിക്കുന്നതിലൂടെ, മക്കൾ കഴിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ളവർ കഴിക്കുന്നതിലൂടെ അമ്മയ്ക്ക് കിട്ടുന്നത് ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷനാണ്, ഒരു സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷനാണ്, അല്ലേ? അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വരുന്നു, ഒരു ടീച്ചർ സ്കൂളിൽ പോയി പഠിപ്പിക്കുന്നു. അങ്ങനെ ആ സ്കൂളിൽ പോയി പഠിപ്പിക്കുന്നതിലൂടെ ആ ടീച്ചർക്ക് എന്ത് കിട്ടുന്നു? സാലറി കിട്ടുന്നുണ്ട്. അത് എക്കണോമിക് ആക്ടിവിറ്റീസാണ്. എന്നാൽ ഒരു ടീച്ചർ തൻ്റെ സ്വന്തം മകനെ വീട്ടിലിരുത്തി പഠിപ്പിക്കുക എന്ന് വിചാരിക്കുക,
അല്ലേ? സ്വന്തം മകനെ വീട്ടിലിരുത്തി പഠിപ്പിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നത് എന്താണ്? ആ മകനെ പഠിപ്പിക്കുന്നതിലൂടെ കിട്ടുന്നത് ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷനാണ്, സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷനാണ്. ഓക്കെ, സോ ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ്. ഇതെല്ലാമാണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ എക്സാമ്പിൾ. ഏതൊക്കെ ഇപ്പം ടീച്ചർ ഏതൊക്കെയാണ് പറഞ്ഞത്? ഹൗസ് വൈഫ് കുക്കിംഗ് ഇൻ ഹെർ ഫാമിലി, എ ഫാദർ ടീച്ച് ഹിസ് സൺ, ഓക്കെ, എ പുവർ പീപ്പിൾ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യുക? സഹായിക്കുക. ഹെൽപ്പിംഗ് അതേഴ്സ്, helping poor people, giving money to or donating money to orphanage center. ഓക്കെ, ഇതെല്ലാം എന്താ? ഇതിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ, സോഷ്യൽ സാറ്റിസ്ഫാക്ഷൻ, മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ, അല്ലേ? പല ഫൗണ്ടേഷൻസും നമ്മൾ കാണാറുണ്ട് കുട്ടികളെ പഠിപ്പിക്കുവാൻ വേണ്ടി. ഒരുപാട് ഫൗണ്ടേഷൻസ് നമ്മൾ കാണാറുണ്ട് കുട്ടികളെ പഠിപ്പിക്കുവാൻ വേണ്ടി, പാവപ്പെട്ട കുട്ടികൾക്ക് ഫുഡും വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുവാൻ വേണ്ടി. So these are the non-economic activities, അല്ലേ? ഇതിനെയെല്ലാമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നോൺ എക്കണോമിക്സ്. അപ്പോൾ ഇവിടെ പണമല്ല ലക്ഷ്യം. സാമ്പത്തികേതര പ്രവർത്തനത്തിൽ പണം സമ്പാദിക്കുകയല്ല, മറിച്ച് മനസ്സിൻ്റെയും സാമൂഹികപരമായിട്ടും മതപരം, നമ്മൾ എന്തിനു വേണ്ടിയിട്ട് പള്ളിയിലും അമ്പലത്തിലൊക്കെ പോകുന്നു? നമ്മുടെ മതപരമായ ഒരു വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ആ പള്ളിയിലും അമ്പലത്തിലും പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, റിലീജിയസ് സാറ്റിസ്ഫാക്ഷൻ, മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, സോ ദിസ് ആർ ദ ബേസിക് ഡിഫറൻസ്. ഇതാണ് എക്കണോമിക് ആക്ടിവിറ്റിയും നോൺ എക്കണോമിക് ആക്ടിവിറ്റിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. മനസ്സിലായോ? അപ്പോൾ എക്കണോമിക് ആക്ടിവിറ്റി എന്താണെന്ന് പഠിച്ചു, നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്താണെന്ന് പഠിച്ചു. ഒരു സിമ്പിൾ എക്സാമ്പിളിലൂടെ വേണമെങ്കിൽ മനസ്സിലാവാത്തവർക്ക് വേണ്ടി പറയാം. ഇപ്പോൾ ഒരു എക്കണോമിക് ആക്ടിവിറ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു അമ്മ ഹൗസ് വൈഫ് കുക്കിംഗ് മീൽ അവർ കുക്ക് ചെയ്യാണ്, ഫാമിലിക്ക് വേണ്ടി കുക്ക് ചെയ്യുകയാണെങ്കിൽ അതേതാണ്? എക്കണോമിക് ആക്ടിവിറ്റിയാണ്. എന്നാൽ ആ അമ്മ ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്നുണ്ടെന്ന് വിചാരിക്കുക, അപ്പോൾ അതെന്തായി? നോൺ എക്കണോമിക് ആക്ടിവിറ്റിയായി. ഓക്കെ, മനസ്സിലായോ? സോ എക്കണോമിക് ആക്ടിവിറ്റീസ് മീൻസ് ദി ആക്ടിവിറ്റീസ് വിച്ച് ആർ അണ്ടർടേക്കൺ ബൈ ദി പീപ്പിൾ ഫോർ ഏർണിംഗ് മണി, ബട്ട് ആസ് ഇൻ ദി കേസ് ഓഫ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി, ദി ആക്ടിവിറ്റീസ് വിച്ച് ആർ അണ്ടർടേക്കൺ ബൈ ദി പീപ്പിൾ ടു ഗെറ്റ് വാട്ട്? സൈക്കോളജിക്കൽ, സോഷ്യൽ, പേഴ്സണൽ ഓർ റിലീജിയസ് നീഡ്സ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് ഇപ്പോൾ നമ്മൾ മീനിങ്ങിൻ്റെ ബേസിൽ രണ്ടിൻ്റെയും ഡിഫറൻസ് പറഞ്ഞു. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഡിഫറൻസ്, വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എന്തെല്ലാമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ? വാട്ട് ആർ ദ ബേസിക് ഡിഫറൻസസ് ബിറ്റ്വീൻ എക്കണോമിക് ആക്ടിവിറ്റീസ് ആൻഡ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ്? മീനിങ്ങിൻ്റെ ബേസിൽ ഇപ്പോൾ ടീച്ചർ പറഞ്ഞു കഴിഞ്ഞു. മീനിങ്ങിൻ്റെ ബേസിലാണ് നമ്മൾ ആദ്യത്തെ നോക്കുന്നത്. ഓക്കെ, മീനിങ്ങിൻ്റെ ബേസിൽ പറഞ്ഞു കഴിഞ്ഞു, ദി ആക്ടിവിറ്റീസ് വിച്ച് ആർ അണ്ടർടേക്കൺ ബൈ ദി പീപ്പിൾ വിത്ത് ദി ഒബ്ജക്റ്റ് ഓഫ് ഏർണിംഗ് മണി ഓർ ലിവ്ലിഹുഡ്. ഓക്കെ, ലിവ്ലിഹുഡിന് വേണ്ടിയിട്ടോ ജീവിത ആവശ്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പണം സമ്പാദിക്കുന്നതിനെയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞത്. എന്നാൽ നോൺ എക്കണോമിക് ആക്ടിവിറ്റി വിച്ച് ആർ ദ ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ബൈ ദി പീപ്പിൾ ടു മീറ്റ്, ടു സാറ്റിസ്ഫൈ ദ പേഴ്സണൽ, സൈക്കോളജിക്കൽ, സോഷ്യൽ ആൻഡ് റിലീജിയസ് നീഡ്സ്. ഓക്കെ, ദെൻ അടുത്തത് ഔട്ട്കം. മീനിങ്ങിൻ്റെ ബേസിൽ ഇപ്പോൾ രണ്ടിൻ്റെ മീനിങ് നമ്മൾ പറഞ്ഞു. ഔട്ട്കം എന്ന് പറഞ്ഞാൽ എന്താ? അതിൽ നിന്ന് ലഭിക്കുന്ന ഉൽപ്പന്നം. ഈ എക്കണോമിക് ആക്ടിവിറ്റിന്നും അതുപോലെ തന്നെ നോൺ എക്കണോമിക് ആക്ടിവിറ്റിയുടെ റിസൾട്ട് എന്താണ്? ഔട്ട്കം എന്താ? ഉൽപ്പന്നം എന്താ? എക്കണോമിക് ആക്ടിവിറ്റിയുടെ റിസൾട്ട് എന്താ? ഔട്ട്കം എന്താ? പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. വസ്തുക്കൾ പ്രൊഡ്യൂസ് ചെയ്യണം. ഒരു ഫാക്ടറിക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ എന്താ നടന്നത്? പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്. ഒരുപാട് സാധനങ്ങളും സേവനങ്ങളും അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു. ആൻഡ് ക്രിയേഷൻ ഓഫ് വെൽത്ത്. പണം സമ്പാദിക്കുവാൻ പറ്റും. അതല്ല അതിൻ്റെ ഔട്ട്കം അല്ലേ? ഒരു വ്യക്തി, ഞാൻ പറഞ്ഞു, ഫാക്ടറികൾ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഡോക്ടർ പേഷ്യൻസിനെ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുന്നു, ഒരു ടീച്ചർ സ്കൂളിൽ പോയി കുട്ടികളെ പഠിപ്പിക്കുന്നു അല്ലേ? അതുപോലെ തന്നെ ഒരു ഹൗസ് വൈഫ് റെസ്റ്റോറൻറ്റ് നടത്തുന്നു, ഒരു മാനേജർ ഒരു ഫാക്ടറിയിൽ പോയിട്ട് മാനേജർ എന്ന ജോലി ചെയ്യുന്നു. ഇവിടെ ഇതിൻ്റെ അർത്ഥം എന്താണ്? ക്രിയേഷൻ ഓഫ് വെൽത്ത്. ഔട്ട്കം എന്ന് പറഞ്ഞാൽ എന്താ? ക്രിയേഷൻ ഓഫ് വെൽത്ത് ആണ്, പണം സമ്പാദിക്കുന്നതാണ്. എന്നാൽ നോൺ എക്കണോമിക് ആക്ടിവിറ്റിയുടെ ഔട്ട്കം എന്താ? ഈ കാര്യങ്ങളൊക്കെ ചെയ്തതിലൂടെ കിട്ടുന്നത്? നോൺ എക്കണോമിക് ആക്ടിവിറ്റി പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കുക, അതുപോലെ തന്നെ പള്ളികളിലും അമ്പലങ്ങളിലും പോയിട്ട് പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഓർഫനേജുകൾ സംഘടിപ്പിക്കുക, വീട്ടിലമ്മ കുക്ക് ചെയ്യുക, അതിലൂടെയൊക്കെ കിട്ടുന്ന ഔട്ട്കം എന്താ? മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ, മാനസികമായ തൃപ്തിയാണ്.
ഓക്കെ, മാനസികമായ തൃപ്തിയാണ്. ഇനി നിങ്ങൾ അതിൻ്റെ എക്സാമ്പിൾസ്, മൂന്നാമത്തെ ഡിഫറൻസ് നമുക്ക് എക്സാമ്പിൾസിൻ്റെ ബേസിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. എക്സാമ്പിളിൻ്റെ ബേസിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്തൊക്കെയാണ്. പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ എ ഫാക്ടറി, എ ഷോപ്പ് കീപ്പർ സെല്ലിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ്, എ ടീച്ചർ ടീച്ച് ഹിസ് സ്റ്റുഡൻസ്, അല്ലേ? ഒരുപാട് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദെൻ എക്സാമ്പിൾ നോൺ എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ എക്സാമ്പിൾ നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും. എ ഫാദർ ടീച്ച് ഹിസ് സൺ, എ ഹൗസ് വൈഫ് കുക്കിംഗ് ഇൻ ഫോർ ഹെർ ഫാമിലി. Okay, some of the people helping poor people, some of the people giving donations to orphanage center. Okay, അപ്പോൾ ഒരുപാട് എക്സാമ്പിളും നിങ്ങൾക്ക് പറയാൻ പറ്റും. So these are the basic differences between economic activity and non-economic activity. Okay, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. എക്കണോമിക് ആക്ടിവിറ്റീസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. എക്കണോമിക് ആക്ടിവിറ്റീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? തരംതിരിക്കുന്നു. എക്കണോമിക് ആക്ടിവിറ്റീസ് എന്താണെന്നുള്ള മീനിങ് നിങ്ങൾക്കറിയാം അല്ലേ? ആ എക്കണോമിക് ആക്ടിവിറ്റീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വിഭജിക്കുന്നു. പ്രധാനമായും ദി എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3. ദി എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു 3. ഫസ്റ്റ് വൺ ബിസിനസ്, സെക്കൻഡ് വൺ പ്രൊഫഷൻ, തേർഡ് വൺ എംപ്ലോയ്മെൻറ്റ്. ഫസ്റ്റ് വൺ ബിസിനസ്, ഒന്നാമത്തത് ബിസിനസ്, ബിസിനസ്, ഓക്കെ, രണ്ടാമത്തത് പ്രൊഫഷൻ ആൻഡ് തേർഡ് വൺ എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, സോ എക്കണോമിക് ആക്ടിവിറ്റീസിനെ എത്രയായിട്ട് തരംതിരിച്ചിരിക്കുന്നു? 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. വാട്ട് ആർ ദേ? ബിസിനസ്, പ്രൊഫഷൻ, എംപ്ലോയ്മെൻറ്റ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയ സ്റ്റഡിയാണ് നമ്മൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സുകളിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബിസിനസ് എന്ന ഒരു വാക്കിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ നൽകിയിട്ട് ഫസ്റ്റ് വീഡിയോ ടീച്ചർ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ യു നോ ദാറ്റ് the word business which is coming from the word busy. ബിസിനസ് എന്ന വാക്ക് ഏതിൽ നിന്നാണ് ഉണ്ടായത് അറിയോ? ബിസി, തിരക്ക് പിടിച്ച. എല്ലാവരും തിരക്കുക. ബിസിനസ്സുകാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏത് ടൈമിലും അറ്റ് എനി ടൈം അവരെന്തായിരിക്കും? ഭയങ്കര ബിസി ആയിരിക്കും. ബിക്കോസ് ദർ ഡൂയിങ് ലോട്ട് ഓഫ് വർക്ക്സ്. ഒരുപാട് ജോലികൾ അവർക്ക് ചെയ്യാനുണ്ട് അല്ലേ? ഇപ്പോൾ ടാറ്റയെ സംബന്ധിച്ചിടത്തോളം, ടാറ്റ എന്നുള്ള കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വസ്തുക്കൾ പ്രൊഡ്യൂസ് ചെയ്യണം അല്ലേ? അത് മാർക്കറ്റ് ചെയ്യപ്പെടണം, അത് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടണം, അതിന് പ്രോഫിറ്റ് ഉണ്ടാകും. ഒരുപാട് ആക്ടിവിറ്റീസ്. സോ ദേ ആർ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും എന്തായിരിക്കും? ബിസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഇതിനുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. ഓക്കെ, വീഡിയോ നന്നായിട്ട് വാച്ച് ചെയ്യാം. നന്നായിട്ട് വാച്ച് ചെയ്തിട്ട് ഇൻട്രാക്റ്റീവ് സെക്ഷന് റെഡി ആവുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.